എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാനും മോളമ്മയും കൂടെ ടൗണിനൊക്കെ പോയിട്ട് കുറേ ദിവസമായി. അടച്ചുകുത്തിയോളം മഴയൊക്കെ അല്ലായിരുന്നു. ഇന്നൊരു വെയിലും വെട്ടമൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ എന്നോട് ചില മീനൊക്കെ മേടിക്കണം, കുറേ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. നമ്മുടെ സീക്കിന് കുറേ പുട്ടൊക്കെ മേടിക്കണം. പുട്ടെന്ന് പറഞ്ഞാൽ മത്തിയൊക്കെ തീർന്നു. അവന് മത്തിയും മുട്ടയൊക്കെ അല്ലേ കൊടുക്കുന്നത്, മുട്ട പെരിഗിരി ഇങ്ങനെയുള്ള ഐറ്റങ്ങൾ, ചിക്കൻ. അപ്പോൾ അതെല്ലാം തീർന്നിരിക്കുവാണ്, അതെല്ലാം മേടിക്കണം. പിന്നെ നമ്മുടെ അടുത്തൊരു മരണമുണ്ടായി. ഒരു ചേച്ചി, നമ്മുടെ ശാന്തയപ്പച്ചീനെയൊക്കെ തയ്യൽ പിടിപ്പിച്ചതാണ്, എൻ്റെ പെങ്ങളെ തയ്യൽ പിടിപ്പിച്ചതാണ്, വിജയമ്മ ചേച്ചി അല്ലേ. അപ്പം അവരുടെ മോൻ ഇവിടെ അടുത്താണ് താമസിക്കുന്നത്. അവിടെ ആയിരുന്നു മരണം, അവിടെ വെച്ചായിരുന്നു. പിന്നെ അവരുടെ തറവാട് സിറ്റിയിലാണ്, ഉപ്പുതറ സിറ്റിയിൽ തന്നെയാണ്. അപ്പോൾ സിറ്റിയിലാണ് അടക്കം കാര്യങ്ങളും ഒക്കെ. എന്തായാലും പോകുന്ന വഴിക്ക് അവിടെ നിന്ന് കയറി കാണണം, പറ്റുമെങ്കിൽ അതൊക്കെ കൂടണം. പിന്നെ കുറേ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. ഞാനും ഫായിജയും കൂടെ വെളിയിലേക്കൊക്കെ പോയിട്ട് കുറേ ദിവസമായി അല്ലേ. എന്നാ പോയി അടിച്ചു പൊളിച്ചിട്ട് വാ. മോള് ഇപ്പോൾ സമയം ഏതാണ്ട് 9:15 ഉള്ളൂ. മോള് എഴുന്നേറ്റതേ ഉള്ളൂ കേട്ടോ. ക്യാമറ പിടിക്കാൻ വേണ്ടി മാത്രം ഇപ്പോൾ ഒന്ന് എഴുന്നേറ്റ് വന്നു. അവിടെ ഞങ്ങൾ ശല്യം ചെയ്യുന്നില്ല. ഇപ്പൊ പഠിക്കാനില്ല. തന്നല്ല, ഇനിയിപ്പോൾ ഒരു 1.5 മാസത്തിനകമായിട്ട് പഠിക്കാനായിട്ട് ഹോസ്റ്റലിലൊക്കെ പോയാൽ വീട്ടിൽ കിട്ടുന്ന ആ സുഖമോ ഉറക്കമോ അതൊന്നും എന്തായാലും കിട്ടുകയല്ല. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി ഉറങ്ങിക്കോട്ടെ എന്ന് കൺവാട്ടം വെച്ചേക്കുവാ. രാവിലെ പപ്പായും മോനും കൂടെ ഭയങ്കര കളിയാ കേട്ടോ. വെയിലൊക്കെ കണ്ടപ്പോഴേ ഞാൻ അവനെ ഇറക്കിയതാ. ഇത്ര ദിവസം ഇറക്കേണ്ട സന്തോഷമാ. പെടിഗിരി കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ പെടിഗിരിക്ക് വേണ്ടി ഓടി നടക്കുന്നത്. എന്നാ കളിയാ. കയ്യിലുണ്ടെന്ന് അവൻ അറിയാവേ, അതിന് തരാൻ വേണ്ടിയാ ചുറ്റോട് ചുറ്റും നടക്കുക കേട്ടോ. ഇവൻ്റെ പേര് സീക്കെന്നാ കേട്ടോ. സീക്കേ, ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാ. കേട്ടോ, അനങ്ങാതെ നിന്ന് തിന്നുന്നുണ്ടോ. അവനെ അഴിച്ചു വിട്ടപ്പോൾ തന്നെ സേറമോള് കുറയ്ക്കുന്നുണ്ട്. 5-6 പെടിഗിരി അവിടെ ഇട്ട് കൊടുത്തു കേട്ടോ. അത് മൊത്തം അവിടെ നിന്ന് ആശാൻ തിന്നുവാ. എന്നാ ഉണ്ടോ? അയ്യോ, മുഖത്തോട്ട് നോക്കുന്നുണ്ടോ? മിടുക്കനായി കേട്ടോ. ഇവന്റെ കൂട്ടുകാരെല്ലാരും സഹോദരങ്ങളെല്ലാരും പോയി. അതെ. പിന്നെ ഇവൻ ഒറ്റയ്ക്കായി. ഇവനും അമ്മയും മാത്രമേ ഉള്ളൂ. ഇവനും ഈ 20-ാം തീയതി വരെയൊക്കെ നമ്മുടെ കൂടെ ഉള്ളൂ. അപ്പോൾ അതുവരെ നമ്മൾ അവനെ ഓമനിച്ച് വളർത്തുകയാണ്. അവൻ രാവിലെ ഞാൻ ഫുഡൊക്കെ കൊടുത്തു. അഴിച്ചു വിട്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. വലിയ ഇഷ്ടമാണ്. ഇങ്ങനെ താഴെ കൊടുക്കരുത്, കൈ വെച്ച് കൊടുക്കണം. ബഹളിയാ. ഇച്ചിരി കഴിയണം. ഒരാഴ്ചയായിട്ട് ഇപ്പോൾ ഇറക്കി വിടുന്നില്ല. അത് ഭയങ്കര കാറ്റും മഴയല്ലായിരുന്നോ, അതുകൊണ്ട് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഇറക്കി വിടുന്നില്ല. ആ ഇറക്കി വിട്ടതിൻ്റെ സന്തോഷം ഇപ്പം കാണുന്നത്. ഇവിടെ വാടാ. അത് ആദ്യം ഇറങ്ങുമ്പോഴുള്ള വെപ്രാളമൊക്കെ ഉള്ളൂ. അത് കഴിയുമ്പോൾ അവൻ അടക്കമാകും. പിന്നെ പോഷകാഹാരങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. മെഡിക്കൽ സ്റ്റോറിൽ പറഞ്ഞ് കിട്ടുന്ന പോഷകാഹാരങ്ങൾ. പിന്നെ 2 ഇഞ്ചക്ഷൻ എടുത്തു. ഇനിയിപ്പോൾ 6-ാം തീയതി ഒരെണ്ണമുണ്ട്, 28-ാം തീയതി ഒരെണ്ണമുണ്ട്. കൊണ്ടുപോയി. ഞാനും പൊന്നും ഉള്ളത് കൊണ്ട് പൊന്നും ഞാനും കൂടി കൊണ്ടുപോയി കുത്തി എടുത്തോണ്ടിരുന്നത്. ഒരാൾ തന്നെ ആണ്ടാ ചെരുപ്പം കൊണ്ട് പോകും. ഞാനും പൊന്നും കൂടിയാ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അവളോട് എളുപ്പമുണ്ടായിരുന്നല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമാ രാവിലെ കളി. ശരിക്കും പരിശീലനം കൊടുക്കേണ്ട സമയം പ്രായമായി. നമ്മൾ മഴയായതുകൊണ്ട് വെളിയിലോട്ടൊന്നും ഇറക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് അനുസരണക്കുറവുണ്ട്. അതെ അതെ. വെയിൽ എല്ലാ ദിവസവും രാവിലെ നമ്മൾ അവനെ ഇറക്കി ഫുഡും ഒക്കെ കൊടുത്ത് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ, കമാൻഡ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ പഠിച്ചോളും. ഇതിപ്പോൾ ഇരിക്കുന്നുണ്ടോ? സിറ്റ് 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 സിറ്റ്. അവൻ ഇരിക്കുകയൊക്കെ ചെയ്യും. അതെന്നാന്നറിയാവോ, ഇത്ര ദിവസം ഇറക്കാത്തോണ്ടേ അവനങ്ങ് ബഹളി. മഴയായതുകൊണ്ട് നമ്മൾ ഇറക്കുന്നേ ഇല്ല. അപ്പോൾ ഇനിയിപ്പം ഇവനെ നല്ല രീതിയിൽ നോക്കണം. നല്ല ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. മുട്ടയും രാവിലെ ഞാൻ മുട്ടയാണ് കൊടുത്തത്. മുട്ടയും പെഡിഗ്രിയും കൂടെ കൊടുത്തു.
ഇനിയിപ്പോൾ ഉച്ചയാകുമ്പോഴത്തേക്ക് ചോറും ചിക്കനും. അങ്ങനെ വൈകിട്ട് മത്തി മീൻ മേടിച്ച് മത്തി കൊടുക്കും. ചിലപ്പോൾ ചില ദിവസം ഒരു 4 മത്തി 5 മത്തിയൊക്കെ കൊടുക്കും. അങ്ങനെ പോഷകാഹാരങ്ങളൊക്കെയാണ് അവന് കൊടുക്കുന്നത്. മഴക്കാലമൊക്കെ അല്ലേ, പുഷ്ടിപ്പെടട്ടല്ലേ. ഒഴിഞ്ഞു പോയോ അതിന്റെ? അതെ, താഴെ വീഴും. ഞാൻ ഇവിടെ കൊന്നേലൊരു കാലിട്ട് കെട്ടി നിർത്തിയിരുന്ന കാറ്റടിച്ചപ്പോ ഇതാ പൂവായിരുന്നേ, മുട്ടായിരുന്നു കുറേ. അത് താഴെ വീണുകൊണ്ട് അതെല്ലാം അടന്നു പോയി. ഇതുണ്ടോ പുതിയ പൂക്കൊലകൾ വരുന്നുണ്ട്, മുട്ടിന് വരുന്നുണ്ട്. ഇത് നല്ല രസമാണ് ഒലച്ച് കിടക്കുന്ന കാണാം. ഇതിന്റെ പേരെന്നാ, റെഡ് വൈൻ ആണോ ജെഡ് വൈൻ ആണോ? ജെഡ് വൈൻ ആണോ? അപ്പോൾ ഇത് ഭയങ്കര, നമുക്ക് പന്തലൊക്കെ ഇട്ട് കയറ്റണം എന്നൊക്കെയുള്ള ഒരു മനസ്സിലെ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പൊന്നു പറഞ്ഞത് ഇവിടെ പന്തലിടണ്ട, ഇവിടെ വിട്ട് കഴിഞ്ഞാൽ ഷെയ്ഡാവുന്നു. വീടിന്റെ ഫ്രണ്ട് വശമേ ഒരു മറയായി പോകും. നമ്മളെ ഇരുമ്പിന്റെ ഇതുകൊണ്ട് പിന്നെ കമ്പി മേടിച്ച് വെൽഡ് ചെയ്ത് ഇവിടെ ഒരു ചെറിയ പന്തൽ പോലെ ആക്കിയിട്ട് ഇവിടെ ഇതാക്കാരെന്നൊക്കെ ആയിരുന്നു നമ്മുടെ പ്ലാന്. പക്ഷെ അവള് പറഞ്ഞു ഇവിടെ വേണ്ട, അത് അങ്ങാ സൈഡിലേക്ക് മാറ്റാൻ പറഞ്ഞു, അപ്പുറത്തെ സൈഡിലേക്ക്. നല്ല കൊലകുത്തി പൂവുണ്ടായാലും നിറച്ചു ഇലയല്ലേ, അന്നേരം ഒരു ചെറിയ ഇരുളിമയൊക്കെ ആവും. ഇവിടെ ഈ ഭാഗമേ. അതുകൊണ്ട് നമ്മളിപ്പോൾ തൽക്കാലം പൂ ഉണ്ടായത് കൊണ്ട് പൂ ഉണ്ടായി വരുന്നുണ്ട്. മഴ പെയ്ത് വീണ് കഴിഞ്ഞപ്പോഴേ ഇതുണ്ട് പൂ പൊഴിഞ്ഞു പോയതുകൊണ്ട് രസമാണ് ഇതിന്റെ പൂവേ. അപ്പൊ നമുക്കിതൊന്ന് പൂത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നീളത്തെ ഇങ്ങോട്ട് വേലിയിലോട്ട് എടുത്ത് ഞാൻ ചുമ്മാ വേലിയെ കെട്ടി വെച്ചാൽ ഇപ്പൊ ഈ തൽക്കാലം ഇവിടെ നിന്നേ ഇവിടെ കിടന്നൊന്ന് പൂക്കട്ടെ, പൂവൊന്ന് കാണാനുള്ള മോഹം. പിന്നെ ഞാൻ ഇതിന്റെ തണ്ട് ഞാൻ കട്ട് ചെയ്ത് 2-3 നട്ടിട്ടുണ്ട്. അത് കിളുക്കുവോന്നും എനിക്കറിയത്തില്ല. എന്നാലും ഇതിന്റെ ചോട് മുതൽ തണ്ടായിരുന്നു, ഇതിന്റെ വേറെ തുടങ്ങി. ഇതുണ്ടോ ഇവിടെ എല്ലാം പൂ ഉണ്ടാകുന്നുണ്ടോ? ചോട് ഇവിടെ എല്ലാം ഇത് മുട്ടിനുണ്ടാകുന്നുണ്ട്. ചോട്ടിന്ന് ഇങ്ങനെ അങ്ങ് മറിഞ്ഞു പോയി. ഈയിടെ ഏതോ ഒരു മഠത്തിലെ സിസ്റ്റർ ഇത് വലിയ കാര്യമായിട്ട് കൊണ്ടുവച്ച് പൂത്തത് നമ്മുടെ യൂട്യൂബിൽ വീഡിയോയ്ക്കകത്ത് കിടപ്പുണ്ട്. അത് 2-3 കൊലയേ ഉള്ളൂ അതിൽ. പക്ഷെ അത് വെച്ച് നോക്കുവാണെങ്കിൽ നമ്മുടെ ഇതിൽ ഒരുപാട് കൊലയുണ്ടാകുന്നുണ്ട്, പല കളറിലുള്ളതുണ്ട്. നമ്മുടേത് നല്ല ചുമലയാ തോന്നല്ലേ, നല്ല ചുമപ്പ് കളറിലെ പൂവാ തോന്നുന്നു. അപ്പം എന്തായാലും നമ്മൾ ഇത് ഇവിടെ തന്നെ തൽക്കാലം ഇങ്ങനെ നിർത്തിയിട്ട് അപ്പുറത്തോട്ട് മാറ്റാമെന്ന് പറഞ്ഞു. ഞാൻ 3-4 കട്ട് ചെയ്ത് നട്ടിട്ടുണ്ട്. അത് കിളുക്കുമെന്ന് എനിക്കറിയത്തില്ല. അതിനെപ്പറ്റി അറിയാവുന്നവരെന്ന് പറയണം, ഇതിന്റെ എന്താണ് നടുന്നത്, അതെങ്ങനെയാണ് നടുന്നതെന്നുള്ളത്, അത് പരിപാലിച്ചെടുക്കുന്നത് എങ്ങനെയാന്നുള്ളത് ഒന്ന് പറയണം. എന്തായാലും നമ്മൾ ഇത് ഇവിടെ നിന്ന് മാറ്റാൻ തീരുമാനിച്ചു. പൊന്നൂന്റെ അഭിപ്രായം നമ്മൾ മാനിക്കുന്നു, അപ്പുറത്തോട്ട് തന്നെ മാറ്റി, അല്ലെ ഇവിടെ അടഞ്ഞു മൂടുമെന്ന് അവൾ പറഞ്ഞു. ചെറിയ മഴമൂടലൊക്കെ വരുന്നുണ്ട്. നമ്മുടെ സീക്കിനെ ഞാൻ തീറ്റയൊക്കെ കൊടുത്ത് അകത്ത് കയറ്റി. ഭയങ്കര ബഹളിയാ. ഇത്രയും ദിവസം ഒരു 6-7 ദിവസമായിട്ട് ആടെ മഴയില്ലായിരുന്നു, ഇറക്കുന്നേ ഇല്ലായിരുന്നു. ഇന്നിപ്പോ ഇറക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അവനൊന്നും അനുസരിക്കുന്നില്ല. ഭയങ്കര സന്തോഷം കൊച്ചല്ലേ. അപ്പൊ ശ്രീകുട്ടൻ ഇവിടെ ഉണ്ടായിരുന്നെ കുറച്ചുകൂടിയൊക്കെ ഒരു കമാൻഡിങ് ഒക്കെ കൊടുത്തേനെ. എനിക്ക് അത്രയ്ക്കും കമാൻഡ് അറിയത്തില്ല. ഞാൻ ആ പാടെ കമാൻഡ് കൊടുക്കുന്ന പറഞ്ഞാൽ മോളമ്മയ്ക്കും പിള്ളേർക്കും മാത്രമേ ഉള്ളൂ. അതുങ്ങളനുസരിക്കാറില്ല. അപ്പൊ ഇതിന്നെ ഊരിയെടുത്തോ? ഇത് നമ്മുടെ ഈ മൂലയിലെ കിടന്നാണേ, നല്ല കനം കേട്ടോ. മണ്ണും കൂടെ ആയപ്പോഴത്തേനെ ഇതപ്പടി അങ്ങ് പോയി. ഇതപ്പടി കരിഞ്ഞു പോയ പോലെ ഇലയെല്ലാം പോയിട്ട് കമ്പ് മാത്രമേ ഉള്ളൂ. അതൊരു വൃത്തിയില്ല കാണാനായിട്ടേ. അന്നേരം പപ്പ അപ്പുറത്ത് വേറെ ഇതുപോലെ തൂക്കിയിട്ടുണ്ടായിരുന്നു. അതിപ്പം കിളുത്ത് നല്ല താഴെ വരെ എത്തി. അത് തല്ല ഇത് ആ വെയിലത്ത് കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനിയിപ്പോ ഇത് കട്ട് ചെയ്യുവാണെങ്കിൽ നല്ലതുണ്ടായി വരും. ഇപ്പൊ മഴക്കാലത്ത് ഇത് ഇടുകയാണെന്നുണ്ടല്ലോ, 5-6 മാസം ഇത് പച്ചപ്പായിട്ട് തന്നെ നിക്കും. വെയിലായി കഴിയുമ്പോഴത്തേക്ക് ഇത് ഇതുപോലെ ആയി പോകും. ഇതാ രസം അല്ലേ? അതാ രസം, അങ്ങനെ നിക്കണം. ഇനിയിപ്പം ഇത് പറിച്ച് കളഞ്ഞിട്ട് ഈ ചട്ടിയിലോട്ട് നല്ല ഇച്ചിരി മണ്ണ് വിട്ടിട്ട് കൈ നടുവാണ് ഇതുപോലെ തന്നെ ഇത് പോകുമ്പോഴത്തേന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പൊ അത് അവിടെ തൂക്കാനായിട്ട് പോവാ കേട്ടോ. ഇവിടെ നല്ല രസമല്ലേ? ഓ അത് കൊള്ളാം, അത് കൊള്ളാം കേട്ടോ. നമ്മളെ ഇതുപോലത്തെ ഒരു കതിർപ്പ് എടുത്ത് കട്ട് ചെയ്ത് ഇങ്ങനെ ചട്ടിക്കകത്ത് മണ്ണ് വിട്ടങ്ങ് ഇട്ടാൽ മതി. ചെറുത് അപ്പൊ നല്ല വൃത്തിയായിട്ടുണ്ടായിക്കോളും. രസമായി സാധനം. ഇതിന്റെ താഴെന്നുണ്ടല്ലോ ഒരു ലെവല് ചെയ്ത് കട്ട് ചെയ്ത് വിടുവാണെങ്കിൽ ഉണ്ടല്ലോ, അത് ലെവൽ ചെയ്യണ്ട, അങ്ങനെ തന്നെ കിടക്കട്ടെ. നല്ലൊരു രസമുണ്ട് അങ്ങനെ കിടക്കുന്നതാണ്. ഡെയ്സി ചെടി എല്ലാം മഴയത്തിരുന്ന് വല്ലാതായിപ്പോയി. ഇതുണ്ടോ, കൂടുതൽ മഴ നനഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ചീക്കുണ്ടാകും. ഇത് കണ്ടോ, ഇങ്ങനെ ആയിപ്പോയി അല്ലേ? ഇതിനൊരു ലിമിറ്റ് മതി വെള്ളമേ. അപ്പൊ ഞാനതിൽ ഇങ്ങനെ സൈഡിലോട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒത്തിരി ചീഞ്ഞു പോയി. ഇനിയിപ്പോ അതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം. മഴ ഒത്തിരി നനയാ, ചെറിയ വെള്ളം മതി.
ചെറുതായിട്ടൊന്ന് സെറ്റായാൽ മതിയായിരുന്നു. ഇച്ചിരി മാറ്റി വെക്കണ്ടായിരുന്നു. ഞങ്ങള് അത്രയും മഴ ആയതുകൊണ്ട് പുറത്തോട്ടൊന്നും ഇറങ്ങിയില്ല. 2 കളർ നമുക്ക് വെറൈറ്റി ഉണ്ട്. ഈ വേറൊരു കളറിലായിരുന്നോ? അതല്ല, ഇതല്ലാതെ വേറൊരെണ്ണം. ഇതൊരു കളറ്, ഇതൊരു കളറ്. പൂവായി വരുന്നേ ഉള്ളേ. ഇതുപോലെ നിൽക്കണ്ടോ? ഇതുപോലെ എല്ലാം നിറഞ്ഞു നിൽക്കണ്ട. കഴിഞ്ഞ വർഷം നമുക്ക് ചെട്ടിക്കകത്ത് നിറഞ്ഞു ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പ്രാവശ്യം നമ്മൾ ഒത്തിരി ശ്രദ്ധിച്ചുമില്ല. വേനലായ വെള്ളവും ഇല്ലാതെ വന്നു. മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ അധികം മഴയുമായിപ്പോയി. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പം അമ്മക്ക് ഇന്ന് ഇച്ചിരി വെയിലൊക്കെ കിട്ടിയ ദിവസമാണ്. കാരണം എന്താ വെച്ചോ 5-8 ദിവസമായിട്ട് പുറലോകം കാണത്തില്ലാത്ത രീതിയിലുള്ള മഴയാ. ഇന്നിപ്പോ വെയിൽ വന്നു. ഒത്തിരിയും തുണി അലക്കി കൂട്ടി ഇട്ടേക്കും അതിലെ ഇതെല്ലാം. അന്നേരം ഇതെല്ലാം ഒന്ന് പറക്കി വെയിലത്തിട്ടൊന്ന് ചൂടാക്കി എടുക്കുവാണെങ്കിലേ ഉണങ്ങി കിട്ടും. കിട്ടുകയും ചെയ്യും. നമ്മുടെ പെരക്കാവും ഒന്ന് വൃത്തിയായും കിട്ടും. ഞങ്ങക്ക് തുണിയെല്ലാം മാറി ഇട്ട് അലക്കിയിട്ട് ഉണങ്ങാതെ വന്നിട്ട് തേച്ചിട്ടായിരുന്നു മടക്കി വെച്ചോണ്ടിരുന്ന കേട്ടോ. പൊന്നൂസ് പോയപ്പം കുറച്ച് തുണിയെല്ലാം കൊണ്ട് ഇവിടെ ഇട്ടിട്ട് പോയി. അതെല്ലാം അലക്കി ഇട്ടിട്ടൊന്നും ഉണങ്ങാൻ ഒരു സൗകര്യമില്ല. എല്ലാം കൂടെ ഒന്ന് വെയിലത്തിട്ട് ഉണങ്ങി എടുക്കണം. പപ്പാടെ ഈ പാൻ്റൊക്കെ എന്ന് പറഞ്ഞാൽ ചാക്ക് പോലെ ഇരിക്കുന്നേ. നല്ലോണം വെയിലത്തിട്ട് ഉണങ്ങി വെച്ചില്ലേ. അപ്പോൾ ഇന്ന് നല്ല വെയിലും വെട്ടവും ഒക്കെ കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമുണ്ട്. സിറ്റിയിലൊക്കെ നിറച്ചു ആളാം. നല്ല വണ്ടികളും വള്ളങ്ങളും ഒരുപാട് ആളാം. തിരക്കുകളാം. ഇപ്പൊ സാധനമൊക്കെ മേടിക്കാനായിട്ടേ 5-6 ദിവസം മൂടിപ്പതച്ച് പെരിക്കാതെ തന്നെ ഇരുന്നിട്ട് എല്ലാവരും ഒന്ന് ഇറങ്ങി. പണിക്കാരാണേലും വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഒരു പണി പോലും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഈ മഴയത്ത് എങ്ങനെ പണിക്കൊക്കെ പോകുന്നത്? ഒന്നും ചെയ്യാൻ പറ്റിയാത്തൊരു കാലാവസ്ഥയായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ടൂറിസ്റ്റുകൾ ഒരുപാട് ആൾക്കാർ നമ്മുടെ പാലം കാണാനും വെള്ളം കാണാനും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. എന്തായാലും ഈ മഴക്കാലത്ത് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നുമുണ്ട്. കാരണം നീന്തൽ വശമില്ലാത്തവർ, സ്ഥലം വശമില്ലാത്തവർ, നമ്മുടെ ഇപ്പോൾ ഈ ഏരിയ നമുക്കറിയാം. നമ്മുടെ തൂക്കുപാലത്തിൻ്റെ പ്രദേശവും ഈ പെരിയാറ്റിലെ ഒഴുക്കും ഒക്കെ നമുക്കറിയാം. പുതിയതായിട്ട് വരുന്നവർക്ക് അറിയത്തില്ല. അവർ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഒഴുക്ക് തെന്നി കിടക്കുന്ന പാറകളുണ്ട്. നമ്മൾ ഇറങ്ങുമ്പോൾ വെള്ളമേ കാണത്തുള്ളൂ. ചിലപ്പോൾ തെന്നി കിടക്കുന്ന ചാഞ്ഞ് കിടക്കുന്ന പാറയായിരിക്കും. അങ്ങനെ തെന്നി വെള്ളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒഴുകിപ്പോവും. ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇന്നലെ കൊല്ലങ്കോടാണേലും ഒരു പയ്യൻ പാറയിൽ നിന്ന് തെന്നി കാൽ വഴുതി 100-300 അടി താഴ്ചയിലേക്കാണ് പോയത്. ഫയർഫോഴ്സ് ഒക്കെ എത്തി എടുത്തത്. പക്ഷെ ആള് മരിച്ചുപോയി. 3-4 പേര് കൂട്ടുകാർ കൂടി അട്ടപ്പാടിന്നോ അങ്ങാണ്ട് ഇത് വന്നോ, പാലക്കാട് തന്നെ. എനിക്കറിയാമോ, കൊല്ലംകോടൊക്കെ ഞാൻ പോയിട്ടുള്ളൂ. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പരമാവധി ഈ അടമഴയുള്ള സമയത്ത് നമ്മൾ അങ്ങനെയുള്ള വിനോദസഞ്ചാരങ്ങൾ ഒഴിവാക്കുക. രണ്ടാമത് പോയാൽ തന്നെ ഇങ്ങനെയുള്ള വെള്ളച്ചാട്ടങ്ങളിലൊക്കെ ഇറങ്ങാതിരിക്കുക. പാറകളൊക്കെ സ്ലിപ്പായി ഈ പായൽ പിടിച്ച് മഴ പെയ്തേ പായൽ പിടിച്ച് വല്ലാതെയാണ് കിടക്കുന്നത്. അതെല്ലാവരും ശ്രദ്ധിക്കുക. ഇതൊക്കെയാണല്ലോ പറയാനുള്ളത്. നീന്തല് പഠിക്കാന്ന് പറഞ്ഞാൽ മീൻ പിടിക്കാന് ഒക്കെ അറിയാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് പരിചയമില്ലാത്ത പുഴയിൽ ഇറങ്ങുമ്പോൾ നീന്തൽ അറിയാമെങ്കിലും മുങ്ങി താങ്ങും. ഇപ്പൊ ഉണ്ടല്ലോ ഈ വെള്ളം കയറി കഴിയുമ്പോഴത്തേക്ക് എല്ലാരും മീൻ പിടിക്കാൻ ഇറക്കവാ. മീൻ പിടിക്കാൻ ഇറങ്ങി ലാസ്റ്റ് ഇതാ. എന്നിട്ടും ഈ നമ്മൾ ഈ റീൽസൊക്കെ കാണുമ്പോഴത്തേക്കും കാണാം മീൻ പിടിക്കാനായിട്ട് ഇറങ്ങുന്നേ. അപ്പോൾ ഒത്തിരി വെള്ളം ഇങ്ങനെ കയറിയിട്ട് അതിലോട്ട് ഇറങ്ങിപ്പോകുന്ന കാണുമ്പോൾ നമുക്കൊരു പേടിയാവും. നീന്തറിയത്തില്ലാത്ത കൊച്ചു പിള്ളേരും അങ്ങനെയുള്ളവരൊക്കെ. കഴിഞ്ഞ തവണ ഇവിടെ രശ്മി ആൻറ്റിയുടെ അടുത്തോ അവിടെ എങ്ങാണ്ടല്ലേ 2 പിള്ളേർ, കോതമംഗലത്ത് 2 പിള്ളേർ കുളത്തിൽ പോയി മരിച്ചു കേട്ടോ. അങ്ങനെ ഓരോ വീടിന്റെ ഫ്രണ്ട് വശത്തൊക്കെ വെള്ളം കയറുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങനെ കുഞ്ഞു പിള്ളേര് കളിക്കാനായിട്ടൊക്കെ ഇറങ്ങാതെയൊക്കെ വീട്ടിലുള്ളവരൊക്കെ ശ്രദ്ധിക്കുക. കാര്യം പറഞ്ഞാൽ മുട്ടപ്പോ വെള്ളം കാണുള്ളൂ. എന്നാലും കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങുമ്പോഴേ അവർക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ. അന്നേരം അവരെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഒരുപാട് സ്ഥലങ്ങൾ വെള്ളത്തിനടിയിലായി കുട്ടനാട്. നമ്മളൊക്കെ ഇവിടെ സന്തോഷത്തോടെ ഇരിക്കുന്നു. കുട്ടനാടൻ പ്രദേശത്തൊക്കെയുള്ള ജനങ്ങളുടെ ജീവിതം എല്ലാം ദുരിതത്തിലാണ്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒത്തിരി പേരുണ്ട് കേട്ടോ. ഇടയ്ക്ക് വിളിക്കുകയൊക്കെ ചെയ്യും. ഫോൺ ചാർജ് ചെയ്യാൻ പോലും പറ്റാതിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ എല്ലാവരും നമ്മൾ ഓർക്കുന്നു. അവർക്ക് എല്ലാം വിഷമത്തിൽ പങ്കുചേരുന്നു. എന്തായാലും നല്ലൊരു കാലാവസ്ഥ ഇനിയിപ്പോൾ തെളിയും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇനി 5 ദിവസം മഴ പെയ്യുന്നൊക്കെ പറഞ്ഞു. എന്നാലും നല്ല വെയിലൊക്കെ വന്ന് മഴ പെയ്യൂന്ന് അങ്ങനെയാ പറഞ്ഞേ. അങ്ങനെയാ അല്ല വാർത്ത പറയുന്ന കേട്ടെ. അത് കഴിയുമ്പോൾ വീണ്ടും മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് അങ്ങനെയാണോ പറഞ്ഞേ? തെളിയുന്ന കാര്യം ഞാൻ കേട്ടില്ല. അപ്പം രാത്രി കാലങ്ങളിലുള്ള യാത്രയൊക്കെ കഴിവതും ഒഴിവാക്കണം. എല്ലാവരും നേരത്തെ കൂട്ടി കാര്യങ്ങളൊക്കെ ചെയ്ത് സന്ധ്യയാകുമ്പോഴത്തേന് വീട്ടിലെത്താൻ നോക്കണം. അതെ, 3 പേരും ഇപ്പം തന്നെയായി. ഇനിയിപ്പം അപ്പം ഞാനും കൂടെ പോയി കഴിയുമ്പോൾ ഇവർ തന്നെയാകും. പക്ഷെ നല്ല നല്ല വീഡിയോസൊക്കെ പരമാവധി വിടുന്നതായിരിക്കും അല്ലേ? ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അതെ, 2 ദിവസമെങ്കിലും
2-3 വീഡിയോ എങ്കിലും നമ്മളിടും. ആ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി തന്നെ വെയിറ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. ഇന്നലെ നമ്മുടെ വയനാട്ടിൽ നിന്ന് ഒരു അമ്മച്ചി വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ മാളക്കുട്ടി പോയാലും നിങ്ങൾ എന്നും വീഡിയോ ഇട്ടുണ്ട്, നിങ്ങളെ ഞങ്ങൾക്ക് കണ്ടാൽ മതി, നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടാൽ മതി, ഞങ്ങൾ കണ്ടോളാം, നിങ്ങളെ കാണാതിരിക്കാൻ പറ്റത്തില്ല, അത് വലിയൊരു വിഷമമാണ്, ഞങ്ങളുടെ വീട്ടിൽ ഒരംഗമായി തീർന്നു നിങ്ങൾ എന്നാണ് നമ്മളോട് പറഞ്ഞത്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. വീഡിയോ എടുത്ത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഞാനും മോളമ്മയും എഡിറ്റിംഗ് ഒക്കെ പയ്യെ പഠിക്കുന്നുണ്ട്. എന്നാലും ഞങ്ങളെ കൊണ്ട് സാധിച്ചില്ലെങ്കിലും ശ്രീകുട്ടനാണേലും സമയം കിട്ടുമ്പോൾ എഡിറ്റ് ചെയ്തിടും. പിന്നെ പൊന്നും വീഡിയോ ഇടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നല്ല നല്ല വീഡിയോസുകൾ വരും. അപ്പൊ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടിച്ചു പൊട്ടിക്കുക. ടാറ്റാ.